ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഒരു ഡെഡ് ലൈൻ പറഞ്ഞിരുന്നു. നമ്മുടെ വാറ് എസ്കലേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. അത് ഇന്നാണ് അതിനൊരു ഡെഡ് ലൈന് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു ഡെഡ് ലൈൻ്റെ ഫിയർ വലുതായിട്ട് മാർക്കറ്റിൽ കണ്ടില്ല. ബട്ട് ഇറ്റ്സ് ദെയർ. ആ ഒരു ഫിയർ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അപ്പോൾ നമ്മുടെ ചാർട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഐ തിങ്ക് ഈ ഒരു ഏപ്രിൽ മന്തിലാണെങ്കിലോ ഇല്ലെങ്കിൽ മാർച്ചിൻ്റെ ലാസ്റ്റ് വീക്കുകളൊക്കെ ആണെങ്കിലോ നല്ല വോളറ്റൈലിറ്റി ആയിരുന്നു. നല്ല റിട്ടേൺസ് ആസ് എ സ്കാൽപ്പർ ഓർ ഇൻട്രാഡേ ട്രേഡർ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടാവാം. നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഒരുപാട് പേര് അങ്ങനെ ഗെയിൻ ചെയ്ത ആൾക്കാരെ ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ഇന്ന് എക്സ്പയറിയാണ്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും അൺസർട്ടനിറ്റി നിൽക്കുന്ന ദിവസം ഇന്ന് എക്സ്ട്രീംലി വോളറ്റൈലിറ്റി ആവാനുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വോളറ്റൈലിറ്റി ട്രേഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇത്രയും നല്ല പ്രോഫിറ്റ് കയ്യിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും വലിയൊരു വോളറ്റൈലിറ്റിയിൽ ഫുൾ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ ദിവസം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള റിസ്ക്, മോഡറേറ്റ് ആയിട്ടുള്ള റിവാർഡ്, അല്ലാണ്ട് എക്സ്പയറിയാണ് നല്ല കാശുണ്ടാക്കാമെന്ന് കയറാതിരിക്കുക. ബിക്കോസ് ഈ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് സാധാരണ ഒരു ട്രേഡറിനെ കില്ല് ചെയ്യാറുള്ളത്. സോ ഞാൻ ഒരുപാട് പേര് പറയുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലെല്ലാം കടന്നു പോയിട്ടുള്ളതാണ്. 5 ദിവസം പ്രോഫിറ്റ് എടുത്ത് 6ാമത്തെ ദിവസം ആ 5 ദിവസത്തെ പ്രോഫിറ്റും ക്യാപിറ്റലും ഒക്കെ കളയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ ആ എക്സ്പയറി ഡേയിൽ പ്രത്യേക ഒരു പ്ലാനിൽ തന്നെ നിൽക്കുക. ഈ കിട്ടിയ പ്രോഫിറ്റ് ഒരിക്കലും കയ്യിൽ നിന്ന് പോകാതിരിക്കാനുള്ള ഒരു പ്രത്യേക പ്ലാനിൽ തന്നെ പോവുക. സോ ഇത് ഈ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കംഫർട്ടബിളി ട്രേഡ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ കോൺഫിഡൻ്റ്ലി ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറായിട്ട് വളരുക. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വലിയ ഗോൾസിലേക്ക് എത്താൻ സഹായിക്കുക. സോ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഓക്കെ, ഇന്നലെ സഹി ആപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സെൻസെക്സിൻ്റെ ചാർട്ടിലും ഒരു ട്രെൻഡ് ലൈൻ, ബോട്ടം ട്രെൻഡ് ലൈന് ഒരു സൈഡ് വേസ് ചാനൽ ഉണ്ടായിരുന്നു. ലോവർ സൈഡിലേക്കുള്ള ഒരു ചാനലുണ്ട്. നമുക്കും ഇവിടെ ഒരു ചാനലുണ്ട്. ബോട്ടം എത്തി എന്നവിടെ പറഞ്ഞിരുന്നു. ആ ബോട്ടത്തിൽ നിന്ന് ഡബിൾ ബോട്ടത്തിനുള്ള സാധ്യത അവിടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈന് വന്ന് ഹിറ്റ് ചെയ്ത്, ചാർട്ടെല്ലാം പെർഫെക്റ്റ് ആണല്ലോ. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നമ്മൾ കയറി പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രിമ്മിലെത്തിയിട്ടാണ് ഇന്നലത്തെ ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഏറ്റവും കൺഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റായിട്ടുള്ള ഒരു ഓപ്പണിങ്ങിന് സാധ്യത ഉണ്ട്. ഒരു സെക്കൻഡ്. ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ളൊരു സാധ്യതയാണ് കാണിക്കുന്നത്. 22,900 റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പണിംഗ് സാധ്യത കാണിക്കുന്നത്. സോ ഇപ്പോൾ ഈ ട്രെൻഡ് ലൈനെ ഞാൻ മാറ്റിയാൽ ഇത് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഓൾമോസ്റ്റ് ഈ കയറിപ്പോയ ക്യാൻഡലിൻ്റെ ഏതാണ്ട് ഈ ഒരു ലെവൽ, ദാറ്റ് മീൻസ് ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. ഇതിന് തൊട്ട് താഴെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകും. സോ ഇതിന് താഴെ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് മേളിലേക്ക് ചിലപ്പോൾ പ്രഷർ കിട്ടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് താഴേക്കുള്ള നമ്മുടെ 720 ലെവലിലേക്ക് പോകും. സോ ഇവിടെ ഒരു 720 ലെവൽസ് ഉണ്ട്. ഇവിടെ 720 ലെവൽസ് ഉണ്ട്. ഇവിടെ ഒരു 880 ലെവൽസ് ഉണ്ട്. സോ ഈ 2 ലെവൽസും നിങ്ങൾ ഇന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. സോ നമ്മുടെ 960 മേളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന 23,100 പോകണം എന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക 22,600 റേഞ്ചിന് 22,720 റേഞ്ചിലായിരിക്കും എന്നുള്ളത്. 740 ഓപ്പൺ ചെയ്ത് 600 ടച്ച് ചെയ്തു, തിരിച്ച് വീണ്ടും 960 പോയി. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടിരുന്ന എല്ലാ ടാർഗറ്റ് ലൈൻസും മീറ്റ് ചെയ്തു. ഇതിനുള്ളിൽ നമ്മളും അത്യാവശ്യം ട്രേഡ്സ് എടുത്ത്
കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതേ സിറ്റുവേഷൻ തന്നെ ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു ബോക്സിനുള്ളിൽ, ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. സോ ഇന്നലത്തെ അതേ ട്രേഡിംഗ് പാറ്റേൺ തന്നെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക, കൃത്യമായിട്ടുള്ള SL കീപ്പ് ചെയ്യുക. ബിക്കോസ് എക്സ്പയറി ആണ്. നമ്മൾ സാധാരണ ഇന്നലെ വെച്ചിരുന്നത് ഒരു 10% SL ആണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ 15% വൈഡർ SL വെക്കേണ്ടി വരും. സോ ആലോചിക്കുക. ഇതിൻ്റെ ലോവർ സൈഡാണ് 22,600. ഇതിൻ്റെ മാക്സിമം ലോ ആണ് 22,600. 660 to 720 ആണ് അടുത്ത മെയിൻ ലൈന്. 720 കഴിഞ്ഞാൽ 800 to 880 ആണ് അടുത്ത മെയിൻ ലൈന്. അത് കഴിഞ്ഞാൽ 23,000 റേഞ്ചിലാണ് ലെവൽസ് നിൽക്കുന്നത്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും വരുമ്പോൾ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആൻഡ് ക്ലോസിങ് കിട്ടിയാൽ ബ്രേക്ക് ഔട്ട് ഓർ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡിനെ ട്രിഗർ ചെയ്യുകയും SL കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അനാലിസിസ് ചെയ്തുകൊണ്ട് അതിനകത്ത് എൻ്റർ ചെയ്യുന്നതും എക്സിറ്റ് ചെയ്യുന്നതും ചെയ്യാന്നുള്ളതാണ്. സോ മാർക്കറ്റിൽ ഈ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. രാവിലെ ഒരു 10-10:30 മണിക്കൊക്കെ ശ്രദ്ധിക്കുക. രാവിലത്തെ ആദ്യത്തെ ഒരു 1 അവറിൻ്റെ മൊമെൻറ്റം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 11 മണിക്ക് ശേഷം ഒരു മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ഒരു പൊസിഷനും ഒരുപാട് നേരത്തേക്ക് ഹോൾഡ് ചെയ്യാതിരിക്കുക, കൃത്യമായിട്ടുള്ള SL കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ദിവസം ഒരു അലേർട്ട്. സാധാരണ നമ്മളെപ്പോഴും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കും പറയുക. ഇന്ന് മാർക്കറ്റിൽ വളരെ ടെൻഷൻ ഉള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. എക്സ്പയറി കൂടെ ഉള്ളപ്പോൾ ഡബിൾ ടെൻഷനാണ്, ഡബിൾ പ്രഷർ അവിടെ ആ മാർക്കറ്റിന് മേളിലുണ്ട്. അവിടെ പ്രഷർ ഉള്ളപ്പോൾ നമ്മൾ കയറുമ്പോൾ ആ പ്രഷർ നമ്മളിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.